നമസ്കാരം. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതിയുടെ പ്രാഥമിക വിധി വന്നപ്പോൾ സുപ്രീം കോടതിയേക്കാൾ ആവേശത്തോടെയാണ് പിണറായി സർക്കാർ ചാടിയിറങ്ങിയത്. കേരളത്തിലെ ജനതയെ നവോത്ഥാന നായകരാക്കി മാറ്റിയേക്കാം എന്ന് കരുതി പിണറായി പോലീസിനെയും കൂട്ടുപിടിച്ച് രംഗത്തിറങ്ങി. ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്താൽ ന്യൂനപക്ഷ പ്രീണനം സംഭവിക്കും എന്നാണ് പിണറായി കരുതിയത്. എന്നാൽ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും വ്യത്യാസമില്ലാതെ വിശ്വാസികൾ വിശ്വാസികളാണെന്നും ഒരു വിശ്വാസത്തെ മുറിവേൽപ്പിക്കുന്നത് കൊണ്ട് മറ്റൊരു വിശ്വാസത്തിന് ഒരു ആവേശവും ഉണ്ടാവില്ല എന്നും പിണറായി തിരിച്ചറിഞ്ഞത് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ്. സുപ്രീം കോടതി അങ്ങനെ ഒരു വിധി നൽകിയത് സർക്കാരിൻ്റെ തെറ്റായ നിലപാട് മൂലമാണ്. കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ദേവസ്വം ബോർഡ് ശബരിമല ഭഗവാനെതിരെ നിലപാടെടുത്തതോടുകൂടി സുപ്രീം കോടതിയിൽ കേസ് തോൽക്കുകയായിരുന്നു. ആ നിലപാട് തിരുത്താനോ അപ്പീൽ പോവാനോ റിവ്യൂ പോവാനോ ഒന്നും കൂട്ടാക്കാതെ വിശ്വാസം ലവലേശമില്ലാത്ത യുക്തിവാദികളായ കുറെ വനിതാ വേഷധാരികളെ കെട്ടിയെഴുന്നള്ളിച്ചുകൊണ്ട് നടത്തിയ നാടകം CPM-നുണ്ടാക്കിയ തിരിച്ചടി ജനം മനസ്സിലാക്കിയതാണ്. പിന്നീട് അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ വിശ്വാസികളുടെ വീടുകൾ കയറി മാപ്പ് പറഞ്ഞാണ് CPM തലയുരിയത്. അത്തരമൊരു അബദ്ധം CPM-നല്ലാതെ മറ്റൊരു പാർട്ടിക്കും ചെയ്യാൻ കഴിയില്ല എന്ന് അന്ന് വിലയിരുത്തപ്പെട്ടു. അതിന്റെ തനി ആവർത്തനമായി മാറുകയാണ് നവകേരള സദസ്സ്. സർക്കാരിനെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ യാത്ര അവസാനിക്കുമ്പോൾ ഉള്ള ഇമേജ് കൂടി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരത്തെത്തിയ യാത്ര സാധാരണക്കാർക്കിടയിൽ സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയും ഉണ്ടാക്കിയ അവമതിപ്പും നാണക്കേടും ചില്ലറയല്ല. തുടങ്ങിയപ്പോൾ കിട്ടുമായിരുന്ന വോട്ട് വിഹിതം അവസാനിക്കുമ്പോൾ കുറഞ്ഞെന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പ്രാദേശിക നേതാക്കളും ജില്ലാ നേതാക്കളും ഒക്കെ സംശയലേശമന്യേ പറയുന്നു പാർട്ടിയുടെയും സർക്കാരിന്റെയും തനി നിറം ജനമറിയാൻ കാരണമായി, ജനങ്ങളുടെ എതിർപ്പിന് ഈ ജാഥ കാരണമായെന്നാണ്. ആകപ്പാട് ഈ യാത്രയ്ക്കുണ്ടായ ഒരു ഗുണം മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഒരുമിച്ച് കാണാൻ ആർക്കും അവസരം കിട്ടി എന്നതാണ്. പക്ഷെ അത്രമാത്രം ആവേശമൊന്നും ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കാണാൻ ഇല്ല എന്നതാണ് വാസ്തവം. ജനങ്ങൾ ഇതിനെ ആദ്യം പിന്തുണച്ചത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക മോഡലിൽ പരിഹരിക്കുമെന്ന് കരുതിയാണ്. എന്നാൽ പരാതികൾക്കും പ്രശ്നങ്ങൾക്കും ഒട്ടും പ്രാധാന്യം ഉണ്ടായില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ ജനങ്ങൾക്ക് താല്പര്യം നഷ്ടപ്പെട്ടു. കടമ നിറവേറ്റാൻ വേണ്ടി പരാതികൾ സ്വീകരിച്ചു എന്നല്ലാതെ ഒരു പരാതിയിലും തീരുമാനമാകില്ല എന്ന് തിരിച്ചറിഞ്ഞ് പരാതി ആയിരുന്നില്ല ഈ യാത്രയുടെ ലക്ഷ്യം എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതോടെ ജനങ്ങളുടെ താല്പര്യം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. സ്വീകരിച്ച പരാതികൾ സർക്കാരിൻ്റെ പരിഗണനയിൽ എത്തുമെന്ന കാര്യത്തിൽ പോലും ആർക്കും വിശ്വാസമില്ല. അതേസമയം DYFIക്കാരും ഗുണ്ടകളും വഴിയിലിറങ്ങിയവരെല്ലാം മുന്നേ നടന്ന് അടിച്ച് തലപൊട്ടിച്ചതോടെ സാധാരണക്കാർക്കിടയിൽ ഈ യാത്ര ഒരു പേടി സ്വപ്നമായി മാറി. തല്ലി കിട്ടിയവരിൽ പാർട്ടിക്കാർ പോലും ഉള്ളത് കൊണ്ട് തന്നെ യാത്ര വരുമ്പോൾ വഴിയിലിറങ്ങാൻ സാധാരണക്കാർ ഭയന്ന സാഹചര്യമുണ്ടായി. നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയുമൊക്കെയാണ് യാത്രയിൽ ആളെ എത്തിച്ചത്. മുഖ്യമന്ത്രിയുടെ തള്ളു പ്രസംഗവും ക്ഷിപ്രകോപവും മാത്രം ജനങ്ങൾ അനുഭവിച്ച യാത്രയായി മാറിയത്. മന്ത്രിമാർ പോലും വെറും നോക്കുകുത്തികളായി മാറുന്ന കാഴ്ച. മുഖ്യമന്ത്രി ഒരു ധാർഷ്ട്യക്കാരനാണ് എന്ന പൊതുസമൂഹത്തിന്റെ ധാരണ ബലപ്പെടാൻ ഈ യാത്ര കാരണമായി. 5 നയ പൈസ ഖജനാവിലില്ലാത്തപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ദൂർത്തായി പോയി എന്നും സാധാരണക്കാർ തിരിച്ചറിഞ്ഞു. ചെലവ് ചുരുക്കുന്നതിന് വേണ്ടി 1 കോടിയിലധികം മുടക്കി വാങ്ങിയ ബസ്സിന് പിന്നാലെ സകല വാഹനങ്ങളും ചീറിപ്പാഞ്ഞതോടെ ചെലവ് ചുരുക്ക് തട്ടിപ്പാണെന്ന് ജനം തിരിച്ചറിഞ്ഞു. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ജനങ്ങളെ ഭയമാണെന്ന് വ്യക്തമാവാൻ ഈ അസാധാരണമായ സുരക്ഷാ സന്നാഹം കാരണമായി. ഒരു സാധാരണക്കാരനും മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെ പരിസരത്ത് പോലും എത്താത്ത വിധത്തിൽ നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെയുള്ള യാത്ര ഈ സർക്കാർ ജനതയെ ഭയക്കുന്ന ഒരാളാണ് എന്ന തിരിച്ചറിവിന് കാരണമായി. അതേ സമയത്ത് തന്നെ ഗവർണർ നടത്തിയ വൺ മാൻ ഷോ മുഖ്യമന്ത്രിയേക്കാൾ ജനകീയനാണ് ഗവർണർ എന്ന സന്ദേശവും പരത്തി. സംഘിഖാൻ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചിട്ടും മുസ്ലിം സ്ത്രീകളടക്കമുള്ളവർ ആരിഫ് മുഹമ്മദ് ഖാനൊപ്പം സെൽഫി എടുക്കാൻ ക്യൂ നിന്നത് സർക്കാരിന് നാണക്കേടായി മാറി. നവകേരള യാത്രയുടെ നടത്തിപ്പിന് വേണ്ടി പ്രാദേശിക സംഘാടകർ കച്ചവടക്കാരെയും സംരംഭകരെയും പിടിച്ചുപറിച്ചു എന്ന ആരോപണവും ഇതിനിടയിൽ ഉണ്ടാവുന്നു. സർക്കാരും പാർട്ടിയും ഒരുമിച്ചൊരു പരിപാടി നടത്തുമ്പോൾ മനസ്സില്ല മനസ്സോടെ ചോദിക്കുന്ന പണം കൊടുക്കേണ്ട സാഹചര്യമുണ്ടായി. ഇല്ലെങ്കിൽ അവർക്ക് സംരംഭവുമായി മുമ്പോട്ട് പോകാൻ കഴിയില്ല.
അതിന്റെ അതൃപ്തി സകല സംരംഭകർക്കുമുണ്ട്. ഈ പിടിച്ചുപറിക്കാർക്ക് ഇനി വോട്ട് ചെയ്യില്ല എന്ന് തന്നെയാണ് കച്ചവടക്കാർ ഏക മനസ്സോടെ പറയുന്നത്. ആരെങ്കിലും ഒരാൾ സംഭാവന കൊടുക്കാൻ വിസമ്മതിച്ചാൽ അവർക്ക് പിന്നെ പ്രസ്ഥാനം നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് സഖാക്കൾ ഉണ്ടാക്കി വെച്ചത്. എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഈ പണപ്പിരിവ് പാർട്ടി ഫണ്ട് ശേഖരണത്തെ ബാധിക്കുമെന്നും അവർ തിരിച്ചറിയുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഓരോ മണ്ഡലത്തിലും 50-70 ലക്ഷം രൂപ മുടക്കിയാണ് ഈ യാത്ര സംഘടിപ്പിച്ചത്. ഇതിനുവേണ്ടി സേവനം നൽകിയവർക്ക് പലർക്കും പണം കൊടുത്തിട്ടില്ല. ഇവരോടൊക്കെ തന്നെ വേണം തെരഞ്ഞെടുപ്പിലും ഫണ്ട് ശേഖരിക്കാൻ എന്നത് പാർട്ടിക്കാർക്ക് തിരിച്ചടിയായി മാറും. ഇതിനിടയിൽ കോടതിയിൽ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരുന്ന തിരിച്ചടി ഈ യാത്രയുടെ ശോഭ കെടുത്തി. തുടക്കം മുതൽ സർക്കാരിന്റെ പല ശ്രമങ്ങളെയും കോടതി ഉത്തരവിലൂടെ റദ്ദാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സ്കൂൾ ബസ്സുകൾ മുതൽ സ്കൂൾ കുട്ടികൾ മുതൽ പാർക്കിന്റെയും അമ്പലത്തിന്റെയും മുറ്റത്തെ പരിപാടി വരെ കോടതി ഇടപെട്ട് റദ്ദ് ചെയ്ത സാഹചര്യമുണ്ടായി. അതിനിടയിലാണ് മറിയക്കുട്ടി എന്ന ഒരു 86-കാരി സൂപ്പർ സ്റ്റാറായി ജനങ്ങൾക്കിടയിൽ നിറഞ്ഞു നിന്നത്. മറിയക്കുട്ടിയുടെ വാക്കുകൾക്ക് ഇത്രയേറെ പ്രാധാന്യം ഈ നാട് നൽകിയതുപോലും സർക്കാരിനോടുള്ള വെറുപ്പിന്റെ പ്രതിഫലനമായി. അതുകൊണ്ട് തന്നെയാണ് കോടതി മറിയക്കുട്ടിയെ VIP എന്ന് വിശേഷിപ്പിച്ചത്. അതേസമയം നവകേരള യാത്രയ്ക്കെതിരെ തെരുവിലിറങ്ങിയ യൂത്ത് കോൺഗ്രസുകാരും KSUക്കാരും കോൺഗ്രസുകാരും രാഷ്ട്രീയമായി മുന്നേറ്റം നടത്തി എന്നും CPM വിലയിരുത്തുന്നുണ്ട്. ഇതുവരെ കാര്യമായ സമരമൊന്നും നടത്താതിരുന്ന കോൺഗ്രസുകാരെ DYFIക്കാരും പോലീസും വളഞ്ഞിട്ട് തല്ലിയതോടെ പാർട്ടി നേതൃത്വത്തിന് പോലും തെരുവിലിറങ്ങേണ്ടി വന്നു. എല്ലാ മന്ത്രിമാരും ഒരുമിച്ച് നടത്തുന്ന നവകേരള സദസ്സിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അങ്ങനെ പ്രതിപക്ഷ സമരത്തിന് കൈവന്നു. നിശബ്ദമായിരുന്ന പ്രതിപക്ഷം സടകുടഞ്ഞെണീറ്റ് രാഷ്ട്രീയ മുന്നേറ്റം നടത്തി എന്നാണ് CPMന്റെ പോലും വിലയിരുത്തൽ. നവകേരള സദസ്സിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ദേശാഭിമാനി ഒഴികെയുള്ള മാധ്യമങ്ങളിൽ പ്രതിപക്ഷ സമരത്തിന് കിട്ടുന്നതാണ് സർക്കാരിന് തിരിച്ചടിയാവുന്നത്. സാധാരണ മനുഷ്യർക്ക് ഒരു ഗുണവും ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, പൗരപ്രമുഖർ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ചിലരെയൊക്കെ കാണാനിറങ്ങിയപ്പോൾ ഈ പാർട്ടിക്കും ഈ സർക്കാരിനും എക്കാലത്തും കൂട്ടായി നിന്ന പാവങ്ങൾ, കിറ്റ് വാങ്ങിയും പെൻഷൻ കൊണ്ടു കഴിഞ്ഞിരുന്ന പാവങ്ങൾക്ക് വെറുപ്പാണ് ഉണ്ടായത്. അവർക്ക് ഒരു ഗുണവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അവർക്ക് ആ പരിസര പ്രദേശത്തേക്ക് എത്താനും കഴിഞ്ഞില്ല. അതേസമയം നാട്ടിലെ പ്രമാണിമാരെയെല്ലാം മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് കാണുകയും ചെയ്തു. അങ്ങനെ പാവപ്പെട്ട മനുഷ്യരെ പോലും അകറ്റിയ ഒന്നായി മാറി നവകേരള സദസ്സ്. ചുരുക്കി പറഞ്ഞാൽ നവകേരള സദസ്സ് മറ്റൊരു ശബരിമലയായി സർക്കാരിനെ തിരിഞ്ഞുകുത്തുമെന്ന് അവർക്ക് തന്നെ ബോധ്യമായിരിക്കുന്നു.